ഖുർആനിന്റെ ഹൃദയഭാഗമാകുന്ന പരിശുദ്ധമായ യാസീൻ സൂറത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മൻ ദാവമ ഖിറാഅത്ത യാസീൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിൽ യാസീൻ പാരായണം ചെയ്താൽ, ലൈലത്തിൽ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്താൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന നേട്ടം എന്താണ്? ആരംഭ റസൂൽ സഹാബത്തിനോട് പഠിപ്പിക്കുന്നു, സഹാബാ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന നേട്ടം എന്തെന്നറിയോ? ഫമാത മാത ഷഹീദാ, അവൻ മരണപ്പെട്ടു പോകുമ്പോൾ അവന് ഷഹീദിന്റെ കൂലി അല്ലാഹു കൊടുക്കുന്നതാണ്, അവൻ ഷഹീദായി മരിക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ യാസീൻ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ, ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു പോയാൽ അവൻ മരിക്കുന്നത് ഷഹീദായ നിലയിലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിൽ യാസീൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നേട്ടമാണ് അല്ലേ? പണ്ടൊക്കെയുള്ള ഉമ്മമാരൊക്കെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു യാസീൻ നിർബന്ധമായിട്ടും മക്കളെയും എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന ഒരു യാസീൻ ഓതിയിട്ട് കിടന്നുറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുത്തിരുന്നു. ആ കാലഘട്ടത്തിൽ അല്ലാഹു ഒരു സന്തോഷം കൊടുത്തിരുന്നു. കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് യാസീൻ ഓതൽ നിർബന്ധമായിരുന്ന ഒരു കാലഘട്ടം. വളരെ ശ്രേഷ്ഠമല്ലേ പ്രിയപ്പെട്ടവരെ യാസീൻ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താണ്. യാസീൻ ഓതുന്നതിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ യാസീൻ ഓതുന്ന സമയത്ത് എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവൻ ഓതുന്നതെങ്കിൽ അവന്റെ ഉദ്ദേശത്തെ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ുള്ളവരുണ്ടല്ലോ, കടങ്ങളുള്ളവരുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ പെൺമക്കളാണ് റബ്ബേ, കെട്ടിക്കാനുള്ള വഴി കാണിച്ചു തരണേ അല്ലാ, അല്ലാഹുവേ എല്ലാം ഹൈറിലാക്കണേ അല്ലാ, വീടില്ല പടച്ചവനെ ഒരു വീട് വേണമല്ലാ എന്ന ഉദ്ദേശത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ യാസീൻ ഓതിയാൽ ആ ഉദ്ദേശത്തെ അല്ലാഹു പൂർത്തീകരിച്ചു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവന്റെ ഉദ്ദേശത്തെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. രണ്ടാമത്തെ നേട്ടം എന്താണ്? രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാസീൻ ഓതിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ പടച്ചവനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. യാസീൻ ഓതിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യും. പണ്ടുള്ള ഉമ്മമാരെ യാസീൻ ഓതുമ്പോ അവർക്ക് കരച്ചില് വരും അല്ലേ? അവർക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ പോലും അവര് കരയുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? പണ്ടുള്ളവരൊക്കെ അത്രത്തോളം പേടിയിലാണ് യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരുന്നത്. യാസീൻ സൂറത്ത് തുറന്നു വെച്ച് അവർ ഓതുമ്പോ അവര് കരയും, അവർക്ക് സങ്കടമാണ്, അവർക്ക് പ്രയാസമായിരുന്നു, അവരുടെ വിഷമങ്ങൾ അവരെ മനസ്സിലേക്ക് വരുമായിരുന്നു. ഇന്ന് നമുക്ക് യാസീൻ ഓതുമ്പോ പേടിയൊന്നുമില്ല, ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് യാസീൻ ഓതുന്നു, അവസാനിപ്പിക്കുന്നു. പക്ഷേ പണ്ടുള്ളവരൊക്കെ അങ്ങനല്ലല്ലോ. നമ്മുടെയൊക്കെ ഉമ്മമാരൊക്കെ അവർക്കൊന്നും അറിയില്ല, അവർക്ക് അതിന്റെ അർത്ഥം അറിയില്ല. അവരെന്താണ് പറയുന്ന പടച്ചവനെ? ഇത് പരലോകത്തിന്റെ ആയത്താണോ? ഇത് ദുനിയാവിന്റെ ആയത്താണോ? നരകത്തെ കുറിച്ചാണോ പറയുന്നത്? സിറാത്തിനെ കുറിച്ചാണോ പറയുന്നത്? മരണത്തെ കുറിച്ചാണോ പറയുന്നത്? അവർക്കതിന്റെ അർത്ഥം അറിയില്ല. എങ്കിൽ പോലും അവരെ കണ്ണിൽ നിന്ന് അവർക്ക് കണ്ണീര് വരുമായിരുന്നു, അവർക്ക് പേടിയായിരുന്നു. എന്നിട്ട് അവർ പടച്ചവനോട് റബ്ബിനോട് കരമുയർത്തിയിട്ട് ദ്വാരക്കും, അല്ലാഹുവേ പടച്ചവനെ പ്രശ്നങ്ങളാണ് റബ്ബേ, പ്രയാസങ്ങളാണ് റബ്ബേ, രോഗങ്ങളാണ് റബ്ബേ, ബുദ്ധിമുട്ടാണ് റബ്ബേ, വീടില്ല റബ്ബേ, അല്ലാഹുവേ എല്ലാം നീ നൽകണേ റബ്ബേ, ഖൈറ് നൽകണേ റബ്ബേ.
എന്നവർ ദുആരക്കും. പുന്നാര നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഖബറിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് ഒരു യാസീൻ ഓതിയാൽ, ഖബറിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ടൊരു യാസീൻ ഓതിയാൽ, നിന്റെ ഉമ്മ മരണപ്പെട്ടില്ലേ, നിന്റെ വാപ്പ മരണപ്പെട്ടില്ലേ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു യാസീൻ ഓതിയാൽ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ ഖബറാളിയുടെ 40 ദിവസത്തെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. 40 ദിവസത്തെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. വാപ്പ മരണപ്പെട്ടു പോയി ഖബറിലായവരെ, ഉമ്മ മരണപ്പെട്ടു പോയി ഉസ്താദേ, എന്റെ ഉമ്മച്ചി ഖബറിലാണ്, എന്റെ വാപ്പച്ചി ഖബറിലാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരെ, നിന്റെ വാപ്പയുടെ ഖബറിന്റെ അടുത്തൊന്നു ചെല്ലണം ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാടെ ഖബറിന്റെ അടുത്തൊന്നു ചെല്ലണം ചെറുപ്പക്കാരാ. എന്നിട്ടോ നിന്റെ ഖുർആൻ ഓതലിനെ പ്രതീക്ഷിച്ച് കിടക്കുന്ന, നിന്റെ സ്വലാത്ത് പ്രതീക്ഷിച്ച് കിടക്കുന്ന, നിന്റെ സ്വലവാത്തുകളെ പ്രതീക്ഷിച്ച് കിടക്കുന്ന, നിന്റെ അദ്കാറുകളെ പ്രതീക്ഷിച്ച് കിടക്കുന്ന, നിന്റെ ദുആഇനെ പ്രതീക്ഷിച്ച് കിടക്കുന്ന നിന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് അല്ലാഹുവേ അവിടെ പോയി നിന്നുകൊണ്ടൊരു യാസീനോദനം ചെറുപ്പക്കാരാ. ഇന്ന് മക്കൾക്ക് സമയമില്ലല്ലോ, വാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയി ഒരു യാസീൻ ഓതാനുള്ള സമയമില്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് കഞ്ചാവിന് അഡിക്റ്റായി മാറിയില്ലേ, ലഹരിക്ക് അഡിക്റ്റായി മാറിയില്ലേ, എല്ലാ മോശത്തരങ്ങൾക്കും പിന്നാലെ നമ്മുടെ മക്കൾ ഓടിപ്പോകുന്നവരെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ മറന്നു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് യാസീൻ ഓതുന്ന മക്കളെ ഞങ്ങൾക്ക് തരണേ അല്ലാ. മറക്കല്ലേ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പാടെ ഖബറിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട്, നിന്റെ ഉമ്മാടെ ഖബറിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് ഒരു യാസീൻ ഓത് ചെറുപ്പക്കാരാ. അവരുടെ 40 ദിവസത്തെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്ത യാസീൻ ഫീ സുദ്രിൻ നഹാർ, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ യാസീൻ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ ഓതിയാൽ, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ യാസീൻ ഓതിയാൽ, തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരെ ആ സമയത്ത് ഒരു യാസീൻ നിർബന്ധമാക്കണം ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന പെങ്ങളെ, ആ സമയത്ത് ഒരു യാസീൻ നിർബന്ധമാക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖുദിയത് ഹവായിജഹു, അവന്റെ ആവശ്യങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ